ഹായ്, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എസെക്ഷൽ എന്ന സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയിട്ടാണ്. സെക്സ്, ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ആ ഒരു കാര്യങ്ങളെ പറ്റിയിട്ട്, സെക്സ്, ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയിട്ടൊക്കെയുള്ള അതെന്താണ്, അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നുള്ളതും അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് ഉള്ളതും ഒക്കെ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എസെക്ഷൽ എന്ന സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയിട്ടാണ്. എസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആരോടും സെക്ഷൽ ആയിട്ട് ഇൻട്രസ്റ്റ് തോന്നാത്ത, അല്ലെങ്കിൽ സെക്ഷൽ ആയിട്ട് ഒരു അട്രാക്ഷൻ തോന്നാത്ത അവസ്ഥയാണ് എസെക്ഷൽ എന്ന് പറയുന്നത്. ലോക ജനതയുടെ 1% കൂടുതൽ പേർ എസെക്ഷൽ ആണ് എന്നാണ് പഠനങ്ങൾ അനുസരിച്ചുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എസെക്ഷൽ എന്ന് പറഞ്ഞാൽ സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നില്ല എന്നാൽ പോലും അവർക്ക് മറ്റുള്ളവരോട് സ്നേഹബന്ധം ഉണ്ടാവില്ല എന്ന് അർത്ഥമില്ല. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉള്ള എസെക്ഷൽസും ഉണ്ട്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇല്ലാത്ത എസെക്ഷൽസും ഉണ്ട്. സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ചിലരിൽ മറ്റുള്ള രീതിയിലുള്ള സെക്ഷൽ എക്സ്പ്ലോറേഷൻസും അതുപോലെ സ്നേഹം കാണിക്കുന്ന കഡ്ലിംഗ് പോലെയുള്ള കാര്യങ്ങളും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. ഒട്ടും തന്നെ അതിനോട് താല്പര്യമില്ലാത്ത ആളുകളും എസെക്ഷലിനകത്ത് പെടാറുണ്ട്. ഈ ഒരു എസെക്ഷലിനെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ ആസ്പദമാക്കി പലതായിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. അതായത് എ റൊമാൻറ്റിക് എസെക്ഷൽസ് എന്ന് പറയാം. എസെക്ഷൽസിനെ ഏസ് എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എ റൊമാൻറ്റിക് ഏസ് അല്ലെങ്കിൽ എ റൊമാൻറ്റിക് എസെക്ഷൽസ് എന്ന് പറയാം. ആരോടും ഒരു തരത്തിലുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പും തോന്നാത്ത ഒരാളെയാണ് നമുക്ക് എ റൊമാൻറ്റിക് എസെക്ഷൽസ് എന്ന് പറയാനായിട്ട് സാധിക്കുക. റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇല്ല എന്ന് കരുതി അവർക്ക് മറ്റുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല എന്നല്ല. അവർക്ക് വളരെ ഡീപ്പായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പുകളും മറ്റുള്ള റിലേഷൻഷിപ്സും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് ഹോമോ റൊമാൻറ്റിക് ഏസ്, അതായത് സെയിം ജെൻഡറിൽ ഉള്ള ഒരാളോട് റൊമാൻറ്റിക് അട്രാക്ഷൻ തോന്നുന്നതിനാണ് ഹോമോ റൊമാൻറ്റിക് ഏസ് എന്ന് പറയുന്നത്. ഹെട്രോ റൊമാൻറ്റിക് ഏസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള ജെൻഡറുകളിൽ ഉള്ളവരോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതിനെ ഹെട്രോ റൊമാൻറ്റിക് എന്ന് പറയും. ബൈ റൊമാൻറ്റിക് ഏസ് എന്ന് പറയുന്നത് ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒരുപോലെ റൊമാൻറ്റിക് അട്രാക്ഷൻ തോന്നുന്നതിനാണ് ബൈ റൊമാൻറ്റിക് ഏസ് എന്ന് പറയുന്നത്. പാൻ റൊമാൻറ്റിക് ഏസ് എന്ന് പറഞ്ഞാൽ ഏത് ജെൻഡറിലുള്ളവരോടും, അതായത് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നൊരു ഡെഫിനിഷൻ ഇത് വെച്ചിട്ടല്ല, ഏത് ജെൻഡറിലുള്ളവരോടും റൊമാൻറ്റിക് അട്രാക്ഷൻ തോന്നുന്നതിനാണ് നമ്മൾ പാൻ റൊമാൻറ്റിക് ഏസ് എന്ന് പറയുന്നത്. പലപ്പോഴും സെക്ഷൽ ഇൻട്രസ്റ്റ് കുറവുള്ളവർ അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ അതെല്ലാം എസെക്ഷൽ എന്ന് നമ്മൾ മുദ്ര കുത്താനായിട്ട് പാടില്ല. ആ വ്യക്തി ആ ഒരു ഐഡന്റിറ്റിയിൽ കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഓറിയന്റേഷനിൽ ആ വ്യക്തി കംഫർട്ടബിൾ ആണ്, ആ വ്യക്തി അവരെ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഒരു എസെക്ഷൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരാളെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. അത് എത്ര തെറാപ്പി കൊടുത്താലും എത്ര മെഡിസിൻസ് കൊടുത്താലും അങ്ങനെ ഒരാളെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെ മാറ്റണമെന്ന് അവർക്ക് ആഗ്രഹവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. വെസ്റ്റേൺ കൾച്ചറിലൊക്കെ ഡേറ്റിംഗ് ഒക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഇടത്തൊക്കെ ഒരു ടീനേജ് ഒക്കെ ആവുമ്പോൾ തന്നെ അവരുടെ ജെൻഡർ ഐഡന്റിറ്റിയും അതുപോലെ സെക്ഷൽ ഓറിയന്റേഷനും ഒക്കെ അവർക്ക് അത്യാവശ്യം ഐഡിയ ഉണ്ടാവും. അതുപോലെ ഒരു ഏർലി അഡൽട്ട്ഹുഡ് ഒക്കെ ആവുമ്പോഴത്തേന് അതൊക്കെ അവർക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷേ കേരളം, ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ഡേറ്റിംഗ് ഒക്കെ ഒരു മഹാപരാധമായി കാണുന്ന നമ്മളുടെ കൾച്ചറിൽ പലപ്പോഴും വളരെ ലേറ്റായിട്ടാണ് അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അവർ പലപ്പോഴും മനസ്സിലാക്കുന്നത്. കല്യാണത്തിന് ശേഷം മാത്രം സെക്ഷൽ ഓറിയന്റേഷൻ മനസ്സിലാക്കുന്നവരും കുറവല്ല എന്നുള്ളതാണ്. ഈ അടുത്ത് എന്നെ കാണാൻ വന്ന ഒരു കുട്ടി, ഒരു 25 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി കല്യാണം കഴിച്ചു, ഹസ്ബൻഡ് ഗൾഫിലാണ്. 1 മാസക്കാലം മാത്രമാണ് അവർ ഒരുമിച്ച് താമസിച്ചത്. ആ 1 മാസക്കാലത്തിനിടയിൽ ഒരു പ്രാവശ്യം മാത്രമാണ് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായത്, അതും ഫോഴ്സ്ഫുള്ളി ആണ് ഉണ്ടായത്. അപ്പൊ അതിനുശേഷം ആ കുട്ടി എന്നോട് പറഞ്ഞത്, ഒരു മാരീഡ് ലൈഫിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് നെസസിറ്റി ആണ് എന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്.
അപ്പോൾ അതുപോലെ തന്നെ ആ വ്യക്തിയോട് എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് റൊമാൻസ് ഉണ്ട്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷെ എനിക്ക് സെക്ഷൽ ഇന്റർകോഴ്സിലേക്ക് പോകാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല, അല്ലെങ്കിൽ എനിക്ക് അതിന് സാധിക്കുന്നില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞത്. സോ ഇതുപോലത്തെ ഒരുപാട് പേരുണ്ടാവാം. അപ്പോൾ കല്യാണത്തിന് ശേഷമാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണണം. അതൊരിക്കലും അത് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയല്ല. കാരണം ചികിത്സിച്ച് ഭേദമാക്കാൻ ഇതൊരു അസുഖമല്ല, ഇതൊരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ്, ഇത് നോർമൽ ആണ് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. മറിച്ച് ആ റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. അതുപോലെ പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ഈ എസെക്ഷൽ എന്ന് പറയുന്നത് ചിലപ്പോൾ സെലിബസി ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സെലിബസിയും എസെക്ഷലും തമ്മിൽ വ്യത്യാസമുണ്ട്. സെലിബസി എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വന്തം ഇഷ്ടപ്രകാരം സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. അതിന് കൾച്ചറൽ ആയിട്ടോ റിലീജിയസ് ആയിട്ടോ പേഴ്സണൽ ആയിട്ടോ കാരണങ്ങളുണ്ടാവാം. അപ്പോൾ അങ്ങനെ സ്വയം നമ്മൾ സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതിനെയാണ് നമ്മൾ സെലിബസി എന്ന് പറയുന്നത്. അത് ഒരു ചോയ്സ് ആണ്. പക്ഷേ സെക്ഷൽ ഓറിയന്റേഷൻ ആണ് എസെക്ഷൽ എന്ന് പറയുന്നത്. അതുപോലെ റൈറ്റ് പാർട്ട്ണറിനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സെക്ഷൽ ഒക്കെ മാറും എന്ന് തെറ്റിദ്ധരിക്കുന്നവരുമുണ്ട്. അതും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. റൈറ്റ് പാർട്ട്ണർ ഇല്ലാത്തതുകൊണ്ടല്ല അവർക്ക് അങ്ങനെ തോന്നുന്നത്, അവരങ്ങനെയാണ് ബോൺ എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ സൊസൈറ്റിയിൽ സോ കോൾഡ് നോർമൽ സെക്ഷൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഹെട്രോസെക്ഷൽ ആണ്. അതായത് ഒരു മെയിലിന് ഫീമെയിലിനോട് തോന്നുന്ന ഒരു സെക്ഷൽ ഓറിയന്റേഷൻ ആണ് നമ്മുടെ സൊസൈറ്റിയിൽ നോർമൽ എന്ന് വിശ്വസിക്കുന്നത്. അവരെത്രത്തോളം നോർമൽ ആണോ അത്രത്തോളം തന്നെ നോർമലാണ് എസെക്ഷലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സെക്ഷൽ ഓറിയന്റേഷനിലുള്ളവരും എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ചിലരുടെ തെറ്റിദ്ധാരണ ഇത് ഫിയർ ഓഫ് സെക്സ് ആണ്, അല്ലെങ്കിൽ ഫോബിയ കാരണമാണ്, പേടി കാരണമാണ്, ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസ് കാരണമാണ് എന്നൊക്കെ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ ഫിയർ കാരണവും ഫോബിയ കാരണവും അതുപോലെ ചൈൽഡ്ഹുഡ് സെക്ഷൽ അബ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ തന്നെ ചിലപ്പോൾ അവർ സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്നോട്ട് മാറാറുണ്ട്. പക്ഷെ അതൊന്നും എസെക്ഷൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അവരെ എസെക്ഷൽ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് പലപ്പോഴായിട്ട് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാം. പക്ഷെ ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് എസെക്ഷലിനെ പറ്റിയിട്ട് ആണ്. അപ്പോൾ ഇതിന്റെ കാരണം എന്താണ് എന്ന് പലരും ചോദിക്കാറുണ്ട്. നമ്മളായിട്ടിരിക്കുന്നതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അതുപോലെ തന്നെ നോർമലായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എസെക്ഷൽ ആയിട്ടുള്ള ആൾക്കാരും എന്ന് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. ഇതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റിത്തരാം അല്ലെങ്കിൽ കൗൺസിലിംഗ് കൂടെ മാറും എന്നൊക്കെ ആരെങ്കിലും നിങ്ങളോട് വാഗ്ദാനങ്ങൾ തരുവാണെങ്കിൽ അത് തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒന്നല്ല സെക്ഷൽ ഓറിയന്റേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഇവർ സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാറുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കേസിൽ ഒരു പ്രാവശ്യം സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഫോഴ്സ്ഫുള്ളി ആയിരുന്നു. അതുപോലെ തന്നെ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ പാർട്ട്ണറിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ ചിലർ സെക്ഷൽ റിലേഷൻഷിപ്പിൽ വല്ലപ്പോഴും ഒക്കെ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. ചിലർക്ക് അതുപോലും പറ്റാത്ത ആൾക്കാരും ഉണ്ട്. സോ ഇത്രയുമാണ് എസെക്ഷൽ എന്ന സെക്ഷൽ ഓറിയന്റേഷനെ പറ്റി നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത്. ഇതിനെ പറ്റിയിട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ്സ് എഴുതുക. മറ്റ് വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.